ഇന്ന് ആശുപത്രിയിൽ അവധിയായതുകൊണ്ട് കുറച്ചു നേരം ഇവിടെ കിടന്ന് ഉറങ്ങാന്നുള്ള വലിയ പ്രതീക്ഷയ്ക്ക് കിടന്നാണ്. അപ്പോഴാണ് അച്ചാച്ചൻ ഇനി നാളെ ഫാബ്രിക്കേഷന് കുറച്ച് വർക്ക് തീരാനുണ്ട്, കൂടെ പോന്നേക്കണേന്ന്. പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നേരം വെളുത്ത് കറക്റ്റ് 5 മണിക്ക് തന്നെ ഞാൻ ഉണർന്നു. ഫാബ്രിക്കേഷൻ മാത്രമല്ല, ദിയാമുക്ക് രാവിലെ സ്കൂളിൽ പോകണം. അവൾക്ക് രാവിലെ പൊതി കെട്ടിക്കൊടുത്തു വിടണം. ഒപ്പം രാവിലെ കഴിക്കാനുള്ള കാപ്പിയും റെഡിയാക്കണം. എന്ത് വേണമെന്ന് പണ്ടൊക്കെ നമ്മുടെ ആഗ്രഹത്തിനാണെങ്കിലും ഇപ്പോഴൊക്കെ പിള്ളേരുടെ നിഘണ്ടു അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഇന്ന് പുട്ടും കടലും മതിയെന്ന് പറഞ്ഞു. തലേന്ന് തന്നെ കുറച്ച് കടല എടുത്ത് കുതിർക്കാനിട്ടിരുന്നു. അത് രാവിലെ കുക്കറെ കയറ്റിയിട്ടുണ്ട്. അവനൊരു 5 വിസിൽ ഊതുമ്പോഴത്തേക്ക് ഞാൻ ബാക്കി പണി തീർത്ത് വരും. എന്തായാലും ഞാൻ തലേന്ന് എല്ലാ സാധനങ്ങളും അരിഞ്ഞു വെക്കും. ഈ രാവിലത്തെ ഓട്ടപ്പാച്ചിൽ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ രാത്രി സമയം കിട്ടുമ്പോൾ എല്ലാം അരിഞ്ഞ് പറക്കി ഐസ്ക്രീം പാട്ടൊക്കെ അതാക്കി ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കും. ഒപ്പം രാവിലെ ചെമ്പാപ്പുട്ടിൻ്റെ പരിപാടിയും തുടങ്ങണം. ഈ ഉന്മേഷമൊക്കെ കിട്ടണമെങ്കിലേ ഒരു ചെറിയ കാപ്പി എനിക്ക് നിർബന്ധമാണ്. അത് നമ്മൾ വീട്ടിൽ പൊടിച്ച ഒന്നാന്തര കാപ്പി പൊടിയുന്നു. അതിനകത്ത് നല്ലൊരു കാപ്പി ഇട്ട് കുടിച്ചാൽ എന്തെന്നില്ലാത്തൊരു ആശ്വാസം കിട്ടും. ആ ഉറക്കമൊക്കെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകും. നേരം വെളുക്കാൻ പണ്ട് കോഴി കൂവുമ്പോൾ നേരെ വെളുക്കുമെന്ന് ചിന്തിച്ചിരുന്നു ഞാൻ. ഞങ്ങളുടെ വീട്ടിൽ 4 കോഴിയെ വാങ്ങിച്ചിട്ട് ആ കോഴിയാണെങ്കിൽ 24 മണിക്കൂർ കൂവൽ തന്നെ കൂവൽ. ഇപ്പം നേരം ഏതാ, വെളുത്തതാണോ ഇരുട്ടായതാണോ എന്നൊന്നും അറിയത്തില്ല. രണ്ടായാലും ഞാൻ ഇന്നലെ വാങ്ങിച്ചതാണ് കിച്ചൺ ട്രഷേഴ്സിൻ്റെ പുട്ടുപൊടി. ഇന്നിപ്പം അതിൻ്റെ ഒന്ന് പ്രയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെമ്പാപ്പുട്ട് ഉണ്ടാക്കുന്നത്. എന്തായാലും അതിൻ്റെ ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ട് പറയാം. അപ്പോൾ കുറച്ച് ചോറെടുത്ത് തിളപ്പിച്ച് ചുറ്റിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ചോറ് വെച്ച് വിടുക എന്ന് പറയുന്നത് അതിനേക്കാളും റിസ്ക്കാണ്. വെള്ളയരി ആയതുകൊണ്ട് എളുപ്പമല്ല. അങ്ങനെ അടുക്കളയിലെ പണിയൊക്കെ ഓൾമോസ്റ്റ് തീർത്ത് ഇച്ചിരി പുട്ടും എടുത്ത് കഴിച്ചിട്ടേ ഞങ്ങൾ രണ്ടുപേരും കൂടെ കടയിലെത്തി. കുറേ സാധനങ്ങളൊക്കെ വണ്ടിയെ കയറ്റാനുണ്ട്. ഇനി ഞങ്ങൾ സൈറ്റിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി സാധനമൊക്കെ പറക്കി ഓരോന്നായിട്ട് പറക്കിയെടുത്ത് വണ്ടിക്കകത്താക്കി. ഇനി യാത്ര ഞങ്ങൾ സൈറ്റിലോട്ട് പോവാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമായതുകൊണ്ട് അധികം ദൂരത്തേക്കൊന്നും പോകേണ്ടി വന്നില്ല. അങ്ങനെ ഞങ്ങൾ ആ സൈറ്റിലെത്തിയിട്ടേ ഇവിടെ ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ്. ഇത് നമ്മൾ പാനൽ ചെയ്ത് വാഷ് ബേസിൻ സെറ്റ് ചെയ്യണം. പണി രാവിലെ ഏകദേശം 10 മണിയായപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് വീട്ടിലെ പരിപാടികളൊക്കെ ഞാൻ തീർത്തിട്ടാണ് വന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ കുഞ്ഞിനെയും കൊണ്ടിരിക്കുന്നതുകൊണ്ടേ മമ്മിക്കും പാടാണ്. അവൾ ചില ദിവസം മേട് പിടിച്ചാലേ ഒരു രക്ഷയില്ല. എന്തായാലും ഞങ്ങൾ പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. പണി തീർന്നപ്പോഴത്തേക്ക് ഏകദേശം രാത്രിയായി. ആകെപ്പാടെ കിളി പോയൊരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. തുടക്കത്തിലെ ആ ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വർക്കൊക്കെ തീർന്ന് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ 9 മണിയായി. വന്ന വഴിക്ക് കുറച്ച് കിളിമീൻ കിട്ടിയായിരുന്നു. അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കറിയാക്കാൻ റെഡിയാക്കിയിട്ട് ഞങ്ങൾ നേരെ പോയി പ്ലാവിൻ ചുട്ടിൽ നിന്നൊരു ചക്ക അങ്ങ് പറിച്ചു. രാത്രി തന്നെ ചക്കയെല്ലാം ഞുള്ളി പറക്കി ഞങ്ങൾ വേവിച്ചു കേട്ടോ. എന്നിട്ട് സുഖമായിട്ട് ഇനി കിടന്നൊന്ന് ഉറങ്ങണം. എന്തായാലും സമയം 11 മണിയായി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണാം.